സെൽഫ് ലവ്, സെൽഫിഷ്നെസ്, സെൽഫ്ലെസ്നെസ് നമ്മൾ പലപ്പോഴായിട്ട് കേൾക്കാൻ ചാൻസ് ഉള്ള അല്ലെങ്കിൽ കേട്ടിട്ടുണ്ടാവുന്നൊരു കാര്യമാണ്. അല്ലെങ്കിൽ 3 വേർഡ്സാണ് ഈ ഒരു സെൽഫ് ലവും സെൽഫിഷ്നെസ്സും സെൽഫ്ലെസ്നെസ്സും എന്നുള്ളത്. ഇതിൽ ഈ പറഞ്ഞ സെൽഫ് ലവ് എന്ന് പറയുന്ന കാര്യം, ഓക്കെ, നമ്മളെ സ്നേഹിക്കുക എന്നുള്ളത് അതൊരു ഭയങ്കര പോസിറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നല്ല വേർഡായിട്ടൊക്കെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ആൻഡ് സെക്കൻഡ് വേർഡായിട്ടുള്ള സെൽഫിഷ്നെസ് എടുത്തു കഴിഞ്ഞാൽ അത് ഭയങ്കര നെഗറ്റീവായിട്ടുള്ള ഒരു വേർഡായിട്ടാണ് നമ്മൾ കാണുന്നത്. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്വന്തം കാര്യം നോക്കുക, സ്വന്തം കാര്യം മാത്രം നോക്കുക എന്നൊക്കെ പറയുന്നത് അത്ര നല്ല കാര്യമായിട്ട് ആരും പറയാറില്ല. ആൻഡ് ദ ഫൈനൽ വൺ എന്ന് പറയുന്നത് സെൽഫ്ലെസ്നെസ്. അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വേർഡായിട്ടും ആൾക്കാർ കാണുന്നു, അല്ലെങ്കിൽ ഭയങ്കര വലിയൊരു കാര്യമായിട്ടൊക്കെയാണ് ആൾക്കാർ കാണുന്നത് എന്നുള്ളത്. ഓക്കെ, അല്ല നമ്മുടെ ഇൻട്രോ ഇതുവരെ പറഞ്ഞില്ലല്ലോ. ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരമുണ്ട്. സ്റ്റോറീസ് വിത്ത് അക്ഷയിൽ കൂടുതൽ അക്ഷയ് പ്രകാശാണ്. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് ഈ പറഞ്ഞ 3 സെൽഫ് റിലേറ്റഡ് ആയിട്ടുള്ള വേർഡ്സിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, ഇത് 3 കേട്ട് കഴിയുമ്പോൾ എന്താണ് നിങ്ങൾക്കുള്ള പല ചിന്തകളും നിങ്ങളുടെ ഉള്ളിൽ തന്നെയുള്ള പല ചിന്തകളും മാറാനുള്ള ശക്തി ഇതിനുണ്ട് എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് എൻ്റെ അടുത്ത് ഈ ഒരു കാര്യം പറഞ്ഞു വരുന്നത്. അതായത് അവളാണ് എൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിക്കുന്നത്. അതായത് ഈ ഒരു 3 വേർഡ്സിനെ കുറിച്ചിട്ടും നിൻ്റെ ധാരണ എന്താണ് എന്നുള്ളതൊക്കെ ചോദിച്ചിട്ട് ഓക്കെ അപ്പോൾ പറഞ്ഞു തന്ന കാര്യങ്ങളും ആ ഒരു ടൈമിൽ എൻ്റെ പേഴ്സ്പെക്റ്റീവിൽ വന്ന, അതായത് അവളുടെ അടുത്ത് നിന്ന് കേട്ടപ്പോൾ എൻ്റെ പേഴ്സ്പെക്റ്റീവിൽ വന്ന കുറച്ച് മാറ്റങ്ങളാണ്, അല്ലെങ്കിൽ ആ മാറ്റങ്ങൾ എനിക്ക് ഫീൽ ചെയ്തുകൊണ്ടാണ് ഞാനിപ്പോൾ നിങ്ങളുടെ അടുത്ത് ഒന്ന് ഷെയർ ചെയ്യണേ. സോ ഇന്ന് സംസാരിക്കാനായിട്ട് പോകുന്ന കാര്യങ്ങളൊക്കെ അത് നമുക്ക് എന്ത് കാര്യത്തിലും ഇത് എടുക്കാൻ പറ്റും. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റിലേഷൻഷിപ്പിൻ്റെ POVയിൽ എടുക്കാം, അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണൽ ഡെവലപ്മെൻറ്റ് POVയിൽ എടുക്കാം, എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. സോ നമ്മൾ കിടക്കുകയാണ്. സോ നമ്മുടെ ആദ്യത്തെ വേർഡ് എന്ന് പറയുന്നത് സെൽഫ് ലവ്. സെൽഫ് ലവ് എന്ന് പറയുന്ന കാര്യമാണ്. നമ്മൾ ഈ ഒരു സബ്ജക്റ്റിനെ കുറിച്ചിട്ട് പലപ്പോഴായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ പഴയ കുറേ എപ്പിസോഡ്സിൽ നമ്മളിങ്ങനെ പറഞ്ഞിട്ടൊരു കാര്യമാണ് ഇത് എന്നുള്ളത്. അപ്പോൾ അങ്ങനെയല്ല, മുന്നൊരു എപ്പിസോഡിൽ ഞാനിങ്ങനെ പറഞ്ഞൊരു കാര്യം നിങ്ങൾ ഓർക്കേണ്ടോ. അതായത് നമ്മളിങ്ങനെ രാവിലെ എണീക്കുമ്പോൾ തന്നെ നമ്മുടെ മുന്നിലുള്ള ഒരു കണ്ണാടിയിൽ പോയി നോക്കി, ആഹാ കൊള്ളാലോ, എല്ലാവരും സുന്ദരനായിട്ടുണ്ടല്ലോ, അടിപൊളിയായിട്ടുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ നമുക്ക് സ്വന്തമായിട്ട് സ്വയം ഇങ്ങനെ ഒരു സെൽഫ് കോംപ്ലിമെൻ്റ് ഒക്കെ കൊടുത്തിട്ട് നമ്മളിങ്ങനെ ആ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുന്നതൊക്കെ ഓക്കെ സെൽഫ് ലവ് എന്താണ്. സെൽഫ് ലവ് ആണല്ലോ പറഞ്ഞു തുടങ്ങിയത്. നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സന്തോഷിപ്പിക്കാനായിട്ട് നമ്മൾ നിന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ആര് വിചാരിച്ചിട്ടും കാര്യമില്ല എന്നുള്ളതാണ്. നമ്മളൊരിക്കലും നമ്മൾ എത്ര സ്ട്രോങ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആണെന്ന് പറഞ്ഞാൽ പോലും അവരില്ലാതെ നമ്മൾ ഹാപ്പി ആയിരിക്കാനായിട്ട് നമുക്ക് പറ്റണം എന്നുള്ളതാണ്. നമ്മുടെ ഉള്ളിൽ എന്താണ് നമ്മൾ സ്ട്രോങ് ആയിരിക്കണം എന്നുള്ളതാണ്. നമ്മൾ ആദ്യം നമ്മളെ സ്നേഹിക്കണം എന്നുള്ളതാണ്. നമുക്ക് വേണ്ടി ഓരോ സോളോ ഡേറ്റൊക്കെ പോയിട്ട് അല്ലെങ്കിൽ മീ ടൈമൊക്കെ കൊടുത്തിട്ട് എന്ത് ബ്യൂട്ടിഫുള്ളാണ് നമ്മുടെ കുഞ്ഞു ആഗ്രഹങ്ങളൊക്കെ പതിയെ ചെയ്ത് അതിൽ ആനന്ദം കണ്ടെത്തുന്നതൊക്കെ നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആവുന്നത് എല്ലാം നമ്മൾ നാളേക്ക് ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. ആൻഡ് നമ്മൾ അത്രയും ബ്യൂട്ടിഫുള്ളായി സ്നേഹിച്ചാൽ മാത്രമേ നാളെ അവർ നമ്മളെ ഒരിക്കലും വിട്ടുപോകാത്ത അത്രയും സ്നേഹിക്കൂ എന്നുള്ളതാണ്. നമ്മളെ സ്നേഹിക്കാനുള്ള കാരണങ്ങൾ അവർ കണ്ടെത്തും എന്നുള്ളതാണ്. അതവർക്ക് ഇഷ്ടപ്പെടുന്നതുകൊണ്ട് അവർക്ക് ഇഷ്ടപ്പെടുന്നത് നിങ്ങൾക്കും ഇഷ്ടമാകും എന്നുള്ളത്. അപ്പോൾ അവർ നിങ്ങളെക്കുറിച്ച് പറയുന്ന കാര്യങ്ങളിലൊക്കെ നിങ്ങൾ ഇഷ്ടം കണ്ടെത്തും. ഞാൻ കണ്ടിട്ടുണ്ട് എന്താണ് പലരും അവിടെ സ്വയം അവരുടെ ഭംഗി കണ്ടെത്തില്ല എന്നുള്ളത്. റിലേഷൻഷിപ്പിലെ കപ്പിൾസ് പരസ്പരം ഇങ്ങനെ പറയും എന്താണ് അവൻ്റെ കണ്ണിലാണ് അല്ലെങ്കിൽ അവളുടെ കണ്ണിലാണ് എനിക്ക് ഭംഗി എന്നുള്ളതൊക്കെ. പക്ഷേ നമുക്ക് സ്വന്തമായിട്ടൊരു ഇത് വേണ്ടേ നമ്മൾ അടിപൊളി ആളെന്നുള്ളത്. നമ്മൾ അടിപൊളി ആളെന്നേ എന്താണ് അതിന് കുറച്ചുകൂടി മനോഹരമാക്കുക എന്നുള്ളതാണ് കൂടെയുള്ളവർ ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ പറഞ്ഞു വന്നത് നമ്മളെ സ്നേഹിക്കുക എന്നുള്ളതാണ്, സെൽഫ് ലവ് എന്നുള്ളതാണ്. ഓക്കെ, സെൽഫ് ലവിനെ കുറിച്ച് പറഞ്ഞു. ഓക്കെ, നമ്മൾ സംസാരിച്ച സെക്കൻഡ് വേർഡ് എന്ന് പറയുന്നത് സെൽഫിഷ്നെസ് ആണ്. നമുക്കറിയാം പണ്ട് മുതലേ നമ്മളിങ്ങനെ ഈ പറഞ്ഞ സെൽഫിഷ്നെസ്സിനെ ഭയങ്കര മോശം കാര്യമായിട്ടാണ് കാണുന്നത്. പക്ഷേ നിങ്ങളിതിനെ ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മളുടെ സ്വന്തം കാര്യം നോക്കണ്ടേ, അല്ലെങ്കിൽ നമുക്ക് വേണ്ടി വേറെ ആരെങ്കിലും ഒന്ന് ചെയ്തു തരുമോ എന്നുള്ളത്. ഇത് അവൾ പറയുന്ന സമയത്ത് ഞാനിങ്ങനെ എന്തോ ഒരു കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുകയായിരുന്നു. പിന്നെ ഇങ്ങനെ ആലോചിച്ച് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി, ഓക്കെ ശരിയാണല്ലോ, അല്ലെങ്കിൽ ഇത് കറക്റ്റ് ആണല്ലോ എന്നുള്ളത് എനിക്ക് മനസ്സിലായി. ആദ്യം കേൾക്കുന്ന സമയത്ത് സെൽഫിഷ്നെസ് നല്ല വേണോ എന്നുള്ളൊരു ചോദ്യമായിരുന്നു എൻ്റെ മുമ്പിൽ എന്നുള്ളത്. പക്ഷേ അവിടെ പറഞ്ഞതാണ്, അതായത് സപ്പോസ് ഒരു റിലേഷൻഷിപ്പ് എടുക്കുക, അതിലൊരു ബോയ് ഓ ഗേൾ അവർ മറ്റേ അവരുടെ ഡ്രീം അച്ചീവ് ചെയ്യാനായിട്ട് അവർക്ക് വേണ്ടി ഫ്രീഡം കൊടുക്കുന്ന സമയത്ത്, ഓക്കെ ഈ ഫ്രീഡം കൊടുക്കുക എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവാം. ഫ്രീഡം കൊടുക്കുകയോ അതൊരു കോൺട്രവേഴ്സി ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ഇതിന് റൈറ്റ് ആസ്പെക്റ്റ് നിങ്ങളൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കിത് കിട്ടും എന്നുള്ളതാണ്. നമ്മൾ ഏതൊരു റിലേഷൻഷിപ്പ് എടുത്താലും അതിൽ നമ്മളറിയാതെ തന്നെ വെക്കുന്ന കുറേ ബൗണ്ടറീസ് ഉണ്ടാവും. അതിൽ കൂടുതൽ മറ്റേ ആൾ കാണാതെ പോകുന്ന
നമ്മൾ ഏതൊരു റിലേഷൻഷിപ്പ് എടുത്തു കഴിഞ്ഞാലും അതിന് നമ്മളറിയാതെ തന്നെ നമ്മൾ വെക്കാറുള്ള കുറേ ബൗണ്ടറീസ് ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ വരയ്ക്കാറുള്ള കുറേ ബൗണ്ടറീസ് ഉണ്ടാവും. അതിൽ കൂടുതൽ എന്താണ് മറ്റേ ആൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ഇഷ്ടപ്പെടില്ല. അതുപോലെ തന്നെയാവും അവർക്കും എന്നുള്ളത്. അതായത് അവർ നമ്മൾ അതിൽ കൂടുതൽ ചെയ്യുന്നത് അവർക്കത് ഇഷ്ടപ്പെടണം എന്നില്ല. ഞാൻ പറഞ്ഞത് മോറൽ ബൗണ്ടറീസിൻ്റെ കേസല്ല. മോറൽ ബൗണ്ടറീസ് എന്ന് പറയുന്ന കാര്യം അത് അവരുടെ ഉള്ളിൽ, ഇഫ് ദേ ആർ ട്രൂ ഇൻ ലവ് അല്ലെങ്കിൽ ഇഫ് ദേ ആർ ട്രൂ ഇൻ ദെംസെൽവ്സ്, അവരുടെ ഉള്ളിൽ എന്നും അതുണ്ടാവും എന്നുള്ളതാണ്. അതല്ലാതെ നമ്മൾ അൺവാണ്ടഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി വയ്ക്കുന്ന ബൗണ്ടറീസും റെസ്ട്രിക്ഷൻസും ഒക്കെയാണ് ഞാനിപ്പോൾ പറഞ്ഞത് എന്നുള്ളത്. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ റിലേഷൻഷിപ്പിനെ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ തന്നെ നമുക്ക് അതാണ് നമ്മുടെ ഡ്രീമിലേക്കോ അല്ലെങ്കിൽ നമ്മളുടെ കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാനുള്ള സ്പേസ് എവിടെ ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ കുറേ കാര്യങ്ങൾ ഓർത്തിട്ട് ഇങ്ങനെ ടെൻഷൻ അടിക്കും. അല്ലെങ്കിൽ നമ്മൾ അവരെന്ന് വിചാരിക്കും, അങ്ങനെ ഇങ്ങനെ ഇതിൽ അങ്ങോട്ട് ചെയ്യാൻ പറ്റുന്നില്ല, ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല, ഒരു ഭയങ്കരമായ സഫോക്കേഷനും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടാവും എന്നുള്ളത്. ആ സമയം നമ്മൾ നേരെ തിരിച്ച് നമ്മളുടെ പാർട്ട്ണറിന് അവരുടെ ഡ്രീം ചേസ് ചെയ്യാനുള്ള ഫ്രീഡവും അതിനുള്ള സപ്പോർട്ടും കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം അവരുടെ ലൈഫിൽ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ഭയങ്കര വലുതാണ് എന്നുള്ളതാണ്. നമ്മൾ കുറച്ചുകൂടെ അവരെ മനസ്സിലാക്കാനും അവരുടെ ഡ്രീമിൻ്റെ ആ ഒരു ഇൻറ്റൻസിറ്റി മനസ്സിലാക്കാനും അവരെ കുറച്ചുകൂടെ സ്പേസ് കൊടുക്കാനും നമ്മളുടെ ഡ്രീംസിൽ ഫോക്കസ് ചെയ്യാനായിട്ട് തുടങ്ങും. അതുപോലെ തന്നെ അവരുടെ ഡ്രീമിൽ ഫോക്കസ് ചെയ്യാനായിട്ട് തുടങ്ങും. നമ്മുടെ കാര്യങ്ങളൊക്കെ എന്താണ് കുറച്ചുകൂടി സ്മൂത്ത് ആവും എന്നുള്ളത്. നമ്മൾ സ്വന്തം കാര്യങ്ങൾ നോക്കുകയാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതങ്ങനെ തന്നെയാണ്. പക്ഷേ അതിന് ഇൻറ്റൻഷൻ എന്താണ്? നമ്മൾ ഒരേ സമയം സെൽഫിഷും സെൽഫ്ലെസ്സും ആകുന്നൊരു മൊമെൻ്റാണ് ഇത് എന്നുള്ളത്. ആൻഡ് റിസൾട്ട്സ് വാട്ട് എ ഹെൽത്തി റിലേഷൻഷിപ്പ്. നമ്മൾ അവരെ ഒന്നിനും ഫോഴ്സ് ചെയ്യുന്നില്ല, അല്ലാതെ തന്നെ എല്ലാം ബ്യൂട്ടിഫുള്ളായി സംഭവിക്കുന്നു. അല്ലെങ്കിൽ ഒരു സഫോക്കേഷൻ ഫീൽ ഇല്ലാതെ ആ ഒരു ബൗണ്ടറീസ് ഒന്നും ഇല്ലാതെ നമ്മൾ പരസ്പരം മനസ്സിലാക്കി ഒരു നിസ്വാർത്ഥ പ്രണയം എന്ത് ബ്യൂട്ടിഫുൾ ആണല്ലേ. ഞാനും അവളീ പറയുന്ന സമയത്ത് ഇങ്ങനെ ആലോചിച്ചു, ഇങ്ങനെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുമോ എന്നുള്ളതൊക്കെ. ശരിയാണ്, ഈവൻ ഞാനായിരുന്നാൽ കൂടി ചില സമയത്ത് എൻ്റെ റിലേഷൻഷിപ്പിൽ ഒരുപാട് ബൗണ്ടറീസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്നു. ഐ മീൻ ഇൻറ്റൻഷൻ അല്ലാതെ തന്നെ ഒരുപാട് ബൗണ്ടറീസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്നു. പക്ഷേ വെൻ ഇറ്റ്സ് ഗോൺ, ആ ഒരു ബൗണ്ടറീസ് ഒന്നും ഇല്ലാണ്ടിരിക്കുമ്പോൾ ഈ ഒരു ബ്യൂട്ടിഫുൾ ആയ ഒരു സ്പേസ് ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഇടയിൽ, ആ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ഇടയിൽ വരുമ്പോഴാണ് അതിൻ്റെ ഭംഗി അത്രയും കൂടുന്നത് എന്നുള്ളത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് അല്ലേ. നമ്മുടെ പാർട്ട്ണറിൻ്റെയും നമ്മുടെ ഡ്രീംസിനെയൊക്കെ സപ്പോർട്ട് ചെയ്യേണ്ടത്. നമ്മൾ ഒരുമിച്ചുള്ള ജീവിതത്തിൽ ഒരുമിച്ച് നിൽക്കേണ്ടവരല്ലേ. നമ്മൾ ഒരുമിച്ചുള്ള ജീവിതത്തിൽ നമ്മൾ ഒരുമിച്ച് നിൽക്കേണ്ടവരല്ലേ. ആ ഒരു സമയം നമുക്ക് ഈ വേണ്ട, ആ സമയം നമുക്ക് വേണ്ടത് ഈ പറഞ്ഞ അൺവാണ്ടഡ് വഴക്കുകളല്ലല്ലോ, ഒരുമിച്ച് പരസ്പരം മനസ്സിലാക്കിയുള്ള സംസാരങ്ങളും കാര്യങ്ങളും അല്ലേ. നിങ്ങളൊന്നിരുന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇപ്പോൾ എങ്ങനെയാണ് പോകുന്നത്. ഇറ്റ്സ് നെവർ ലേറ്റ്. നിങ്ങൾക്ക് ഇന്നും സമയമുണ്ട്. ഏറ്റവും ബ്യൂട്ടിഫുള്ളായ ലൈഫ് നിങ്ങളിലേക്ക് കിട്ടട്ടെ എന്നാണ്, നിങ്ങൾ അതിലേക്ക് എത്താൻ പറ്റട്ടെ എന്ന് ഭയങ്കര ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇനിയും ഇതുപോലുള്ള സംസാരങ്ങൾക്ക് സ്റ്റോറീസ് അക്ഷയയിൽ ഞാൻ അക്ഷയ് പ്രകാശ് എന്നും കൂടെ തന്നെ ഉണ്ടാവും. നമുക്കൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലൈഫ് ഒരുമിച്ച് ബിൽഡ് ചെയ്യാം. കേട്ടുകൊണ്ടിരിക്കുന്നത് സ്റ്റോറീസ് വിത്ത് അക്ഷയാണ്, കൂടെ അക്ഷയ് പ്രകാശാണ്. അപ്പോൾ പുതിയൊരു എപ്പിസോഡിൽ പുതിയൊരു വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ, ബൈ.